വേറൊരു സാധനം കാണിച്ചട്ടെ. അതറിയോ, ജീവിച്ചിരിക്കുമ്പോ തന്നെ റഹ്മത്തുള്ളാഹി അലൈഹി എനിക്ക് ശൈഖിന് ഈ കള്ളത്തരീക്കത്തുകാരെ ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി കുറെ ഏജന്റുമാരുണ്ട്. ഈ ഏജന്റുമാര് വലിയുള്ളാഹി റഹ്മത്തുള്ളാഹി അലൈഹി കാരിങ് വരുമ്പോ നമ്മളെ ആലിമ്യങ്ങളൊക്കെ വരുമ്പോൾ തക്ബീർ അലി സ്വീകരിക്കലുണ്ടല്ലോ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് തക്ബീർ അലി സ്വീകരിച്ചിട്ടുണ്ടോ? അതിനെക്കാളും ജോറിൽ തക്ബീർ നല്ല വലിയ ആളാന്ന് വരുള്ളൂ. ഇനി പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മുടിക്കത്തിലാ നീളോന്നറിയോ? എന്റെ ഒരു ബാർബർ ഷാപ്പിൽ പോകുന്നതിന് ഇത്ര ലുബ്ധന്മാരാണോ? എന്നിട്ട് ഈ മുടിന്റെ നീളോല്ലങ്ങൾ കണ്ടോ? ഇപ്പൊ ഒരു ചങ്ങാതി ഇപ്പൊ രംഗത്ത് വരൂ, കണ്ടങ്ങളെ എണീറ്റുന്നു. വലിയുള്ളാഹി ജലാലുദ്ദീൻ തങ്ങളുന്ന റഹ്മത്തുള്ളാഹി അലൈഹിന. പിന്നെ മൂപ്പര് വന്നിട്ട് മുഹീദ്ദീൻ ശൈഖിനെ ഒരൊറ്റ വിളി കേട്ടാ നമ്മൾ അന്താളിച്ചു, കേട്ടാൽ ഏത് പാവം പെട്ടു. എന്നിട്ട് കുറെ ചോറ് വെച്ചിട്ടാവും വിതരണം ചെയ്യുന്നുണ്ട്. ഭക്ഷണം വിതരണം ചെയ്യുന്നത് മരണപ്പെട്ടവരുടെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത് വളരെ സാലിഹായ അമലാണ്. പക്ഷെ ഇവരത് വിതരണം ചെയ്യുന്നത് തട്ടിപ്പിനാണ്. അതാ പറഞ്ഞ നേരത്തെ പറഞ്ഞ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നത് വേറെ നിയത്തിന് വേണ്ടിയാണ്. നിസ്കാരത്തിന് കൂലി ഉണ്ടാവും. ഇത് കുറെ ചോറിങ്ങനെ കൂമലാക്കിയിട്ടോ നിങ്ങൾക്ക് കാണാം. മൂപ്പര് ഗൗസുല്ലാദവിനെ വിളിക്കുന്നതാണ്. മൂപ്പര് ഇടയ്ക്ക് ഗൗസുല്ലാദവൻ വിളിക്കുമ്പോണ്ട് മൂപ്പര് അങ്ങോട്ട് ആത്മീയതയിൽ മുഴുകിയിട്ട് ഇങ്ങനെ അങ്ങ് ഞെട്ടിപ്പോന്നുണ്ട്. അതൊക്കെ കാണാൻ ഞെട്ടലൊക്കെ. എന്നാ സംഗതി നിങ്ങൾക്ക് കേൾക്കണോ? ഇയാളെ കഥ കേൾക്കണം നിങ്ങൾക്ക്. ഇയാള് സ്വന്തം ബാപ്പാക്ക് ജനിച്ച പെങ്ങളെ കല്യാണം കഴിച്ചിട്ട് നാട്ടിൽ നിന്ന് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് പുറത്താക്കപ്പെട്ട ആളാ. എന്നിട്ട് അതിന് 2 മക്കളുണ്ട്. ഇപ്പോ അയാളാണ് വലിയുള്ളാഹി ജലാലുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി. നിങ്ങളൊന്ന് കണ്ടോളി അയാളാ. ഒന്ന് വെച്ചു കൊടുത്താ. എല്ലാവരും ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട വരികയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട വലിയുള്ളാഹി ഷെയ്ഖുന ഷെയ്ഖ് ജമാലുദ്ദീൻ അൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ദുആ ചെയ്യുന്നതിനായി മജ്ലിസിലേക്ക് വരികയാണ്. എല്ലാവർക്കും ദുആയിൽ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യം വോളണ്ടിയേഴ്സ് ചെയ്തു കൊടുക്കുക. അസ്സലാമു അലൈക്കും. يا كتب الملائكة والإنس والجن يا كتب البر والبحر يا كتب المشرق والمغرب يا كتب السماوات والأرض يا كتب العرش والكرسي واللوح والقلم يا غوث الأعظم يا غوث الأعظم يا غوث الأعظم يا شيخ الأعظم يا شيخ الأعظم يا شيخ الأعظم يا أستاذ الأعظم يا إمام الأعظم يا إمام الدين يا إمام المتقين يا سلطان العارفين الشيخ محي الدين عبد القادر. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, യാ ഗൗസുൽ ആലം എന്ന് വിളിച്ചുകൊണ്ട് സുന്നിയാവൂല. സുന്നികൾ യാ ഗൗസുൽ ആലം എന്ന് വിളിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് വിളിച്ചവനൊക്കെ സുന്നിയാവൂല. അത് മനസ്സിലാക്കണം. യാ ഗൗസുൽ ആലം എന്ന് വിളിച്ചിട്ട് ഇവിടെ ചെയ്യുന്നത് എന്താ? നിസ്കരിക്കാൻ പോകണ്ടോ? നിസ്കരിക്കലുണ്ടോ? പള്ളിയിൽ പോകണ്ടോ? ഒരു കഥയുമില്ല. ഔറുസുട്ടീന്റെ മോന 4 പെമ്മക്കളാ.
അതിൽ മൂന്നാമത്തെ മോളാണ് ആസിയ. ഈ മൂന്നാമത്തെ മോളെയാണ് ഇയാൾ കെട്ടി, സ്വന്തം പെങ്ങളെ ഇയാൾ കെട്ടി. ഇത് നാട്ടിൽ നിന്ന് പുറത്താക്കിയതാ. പൊന്മള ഉസ്താദിന്റെ ഈ തരീക്കത്തിന്റെ പുസ്തകത്തിൽ, തരീക്കത്തിന്റെ സമഗ്രപഠനം ഈ പുസ്തകത്തിൽ ബഗ്ദാദി തരീക്കത്തിന്റെ ഇയാളെ സംബന്ധിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അതനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. തൃശൂർ ജില്ലയിലെ തൃപ്രയാറിൽ നിന്ന് ഏതാണ്ട് 6 കിലോമീറ്റർ അകലെയുള്ള ചിറക്കൽ എന്ന പ്രദേശമാണ് ഇയാളുടെ നാട്. ചിറക്കൽ മഹലിൽ താമസിക്കുന്ന ഔറസുട്ടി, ഐദറുസുട്ടി എന്ന വ്യക്തിയുടെ 5 ആൺമക്കൾ, മൂത്ത മകനാണ് ഈ ജമാലുദ്ദീൻ. ഔറസുട്ടി എന്ന വ്യക്തിയുടെ നല്ല മനുഷ്യനായിരുന്നു, ഒരു ബാപ്പ ആയിരിക്കട്ടെ. എന്നിട്ട് ഇയാൾ പെങ്ങളെ കല്യാണം കഴിച്ചിട്ട് ഇരിക്കുകയാണ്, നാട്ടുകാർ പുറത്താക്കിയതാണ്. അയാൾ ആ യാഹൗസല്ലാതെ വിളിച്ചിട്ട് വലിയുല്ലാഹി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയാൻ കുറെ ഏജന്റുമാരും. സുബ്ഹാനല്ലാഹ്.